ഹമാസ് എന്ന് പറയുന്ന സംഘടന ഒരു ഭീകര സംഘടനയാണോ? ഇതൊരു ഈ ചോദ്യം പലയിടത്തും നിന്നും വരുന്ന ഒരു ചോദ്യമാണ്. എന്റെ ഉത്തരം ഇതാണ്. അതായത് ഇപ്പോ ഞങ്ങൾ ഭീകരവാദത്തിന്റെ ഡെഫിനിഷൻ എന്താണ്? ഇപ്പോ ഏതൊരു സംഘടനയായാലും നോൺ കോമ്പാറ്റൻസിനെ ടാർഗറ്റ് ചെയ്യുകയാണെങ്കിൽ, അല്ലെങ്കിൽ ടെററിനെ നിങ്ങൾ ഇഫ് യു ആർ യൂസിങ് ടെറർ ആസ് എ മീൻസ്, അല്ലെ, ഭീകരതയെ നിങ്ങൾ ഒരു പൊളിറ്റിക്കൽ വെപ്പണായിട്ട് ഉപയോഗിച്ചു കഴിഞ്ഞാൽ ടെക്നിക്കലി നിങ്ങളെ ഒരു ഭീകരവാദ സംഘടനയായിട്ട് വിളിക്കാം എന്നുള്ളതാണ്. അപ്പോ ആ ഒരു ടെക്നിക്കൽ ഡെഫിനേഷൻ വെച്ചിട്ടാണ് നിങ്ങൾ വിളിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഹമാസിനെ ഭീകരവാദ സംഘടന എന്ന് വിളിക്കാം. പക്ഷെ ഞാനത് ഉപയോഗിക്കാറില്ല. ഞാൻ എന്റെ എഴുത്തിൽ ഐ ഡോണ്ട് കോൾ ഹമാസ് എ ടെറർ ഓർഗനൈസേഷൻ. ഐ വിൽ ടെൽ യു വൈ. അതിന്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഐ ഡോണ്ട് കോൾ ഇസ്രായേൽ എ ടെറർ സ്റ്റേറ്റ്. അപ്പൊ എനിക്ക് ഹമാസിനെ, ഇവർ രണ്ടുപേരാണ് ഇവിടുത്തെ മെയിൻ പാർട്ടീസ്. എനിക്ക് ഹമാസിനെ ഭീകര സംഘടന എന്ന് ഞാൻ വിളിക്കുന്നെങ്കിൽ ഞാൻ ഇസ്രായേലിനെ ഒരു ഭീകര സ്റ്റേറ്റ് എന്ന് വിളിക്കണം. കാരണം ലുക്ക് അറ്റ് ദ വയലൻസ് ഇസ്രായേൽ ഹാസ് അൺലീഷ്ഡ് ഓൺ പാലസ്തീനിയൻ പീപ്പിൾ, അല്ലെ? ഒരു കഴിഞ്ഞ 46,000 പീപ്പിൾ കൊന്നു എന്നാണ് പറയുന്നത്. ഇസ്രായേലിന്റെ ഇതിൽ കൊല്ലപ്പെട്ടു എന്നാണ് പറയുന്നത്. അതിൽ ബഹുഭൂരിപക്ഷം ആളുകളും സ്ത്രീകളും കുട്ടികളുമാണ്. അപ്പോ ഇത് സ്റ്റേറ്റ് ആണ് ചെയ്യുന്നത് എന്നുള്ളതിന്റെ പേരിൽ നമുക്ക് സ്റ്റേറ്റിനെ അബ്സോൾവ് ചെയ്യാൻ പറ്റില്ല. ആ രീതിയിലുള്ള വയലൻസ് ആണ് ഇസ്രായേൽ കണ്ടുപിടിക്കുന്നത്. അപ്പോ അതുകൊണ്ട് എനിക്ക് തോന്നുന്നു ഇതൊരു കണ്ടിന്യൂയിങ് കോൺഫ്ലിക്റ്റ് ആണ്. അപ്പൊ ഇതിനെ നമ്മൾ ഒരു കൂട്ടരെ ഭീകര സംഘടനയാണെന്ന് വിളിച്ച് മാറ്റി നിർത്തി ഇതിന് ഒരു വയലൻസിലൂടെ ഒരു സൊല്യൂഷൻ കണ്ടെത്താൻ നോക്കി കഴിഞ്ഞാൽ അത് നടക്കില്ല. ഇതിന്റെ സൊല്യൂഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നാളെ ഹമാസും ഇസ്രായേലും തമ്മിൽ സംസാരിക്കുക, അല്ല